ഹലോ ഫ്രണ്ട്സ്, ക്രിസ്മസ് കാലമൊക്കെ ആയി വരുമല്ലേ. അപ്പം പ്ലം കേക്കിന് വേണ്ടിയ ടൂട്ടി ഫ്രൂട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ടൂട്ടി ഫ്രൂട്ടിക്ക് വേണ്ടി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് അത് മുറിച്ച് അകത്തെ കുരുവൊക്കെ കളഞ്ഞ് ആ കുരു പറ്റി പിടിച്ചിരിക്കുന്ന ആ ചെറിയൊരു ഫ്ലഷ് പാർട്ടൂടെ കളഞ്ഞ് നല്ലതായിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് പപ്പായ. അപ്പം പപ്പായ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കേക്കിനകത്ത് ഇടാൻ മാത്രമല്ല വേറെ സ്നാക്കിനകത്തും പലഹാരങ്ങളിനകത്തൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ്. അതൊന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കാനും, അതുപോലെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ മടി കാണിച്ചിരിക്കുമ്പോൾ അവർ കഴിപ്പിക്കാൻ അപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ടോപ്പിംഗ് ആയിട്ടൊന്ന് രണ്ടെണ്ണം ഇങ്ങനെ വിതറി ഇട്ടിട്ട് ഒക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു ഇഷ്ടമാകും. അപ്പം പപ്പായ വെറുതെ കളയാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് പലഹാരങ്ങളിലൊക്കെ ആഡ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ഒരു പപ്പായയുടെ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, 3/4 ഭാഗത്തോളം എടുത്താണ് ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ബാക്കി ഞാൻ തോരൻ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ആവശ്യമുള്ള വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. എന്നിട്ട് അത് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റോളം തിളപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നു. എന്നിട്ട് ആ ഷുഗർ ഡിസോൾവ് ആയി വരുമ്പോൾ നമ്മുടെ ഹാഫ് കുക്കായിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ഇട്ട് ഇത് തിളപ്പിക്കണം. അങ്ങനെ 20 മിനിറ്റോളം ആകുമ്പോഴത്തേക്ക് ആ ഷുഗർ സിറപ്പാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിലോട്ട് വരും. ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മുടെ പപ്പായ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, നല്ലതായിട്ട് കുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. ആ സമയത്ത് ഗ്യാസ് ഓഫാക്കി അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഡിവൈഡ് ചെയ്ത് 4 പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഷുഗർ സിറപ്പോട് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
അങ്ങനെ കളർ ആഡ് ചെയ്ത് അത് ഏകദേശം ഒരു 12 hours അത് അതുപോലെ തന്നെ വെക്കണം. ആ കളർ ആ ടൂട്ടി ഫ്രൂട്ടിയിലോട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് അങ്ങനെ വെച്ചിരിക്കണം. അത് കഴിഞ്ഞ് 12 hours കഴിഞ്ഞ് അത് എടുത്ത് നമ്മൾ വേറൊരു പേപ്പർ ടവലിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനിയും ഓരോ ബൗളിലേക്കും നമ്മൾ കളർ ആഡ് ചെയ്യുന്നുണ്ട്. കളർ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കളറ് മിക്സ് ആകരുത്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും ഗ്രീനും യെല്ലോ ആണ്. പിന്നെ ഒരു ബൗളിൽ ഞാൻ കളർ ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ വൈറ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ട്വൽവ് hours കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിലോട്ട് കളറെല്ലാം അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഒരു പേപ്പർ ടവലിലോട്ട് മാറ്റാവുന്നതാണ്. അങ്ങനെ അത് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് ഇത് ടൂട്ടി ഫ്രൂട്ടി വെളിയിൽ നിന്ന് മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി പ്ലം കേക്കും ഉണ്ടാക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും, അതുപോലെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.